ഇവിടുത്തെ ഒരു ശനിയാഴ്ച എൻ്റെ മിക്കവാറും ശനിയാഴ്ചകൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനെന്നെ കാണിക്കുന്നത്. ശനിയാഴ്ച എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ പുറത്തെ ഇറങ്ങി നമ്മുടെ ഗാർഡനിൽ ഇറങ്ങി കുറച്ച് പുല്ല് പറിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ പച്ചക്കറികൾ നടുക, പച്ചക്കറികൾക്ക് വളമിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെടികളുടെയൊക്കെ ഇടയ്ക്കുള്ള നമ്മുടെ ഈ വീടുകളെല്ലാം പറിച്ച് കളയുക, അതായത് ഈ പള്ളയെല്ലാം പറിച്ച് കളഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെടികൾക്കൊക്കെ നമുക്ക് വളമിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പം ഈ ചെടികളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ ചെടികളുടെ പേരുകൾ അറിയാമെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണേ. എന്തൊക്കെ ചെടികളാണ് ശ്രദ്ധിക്കുന്നതെന്നേ. വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ചെടികൾ മാത്രം ഞാൻ ഈ ഫ്രണ്ടിൽ നട്ടിട്ടുള്ളൂ. അപ്പം ഒരുപാട് കെയറൊന്നും കൊടുക്കേണ്ടാത്ത ചെടികളാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയാമോ? ഇത് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. ഇതിൻ്റെ ചെടികൾ എല്ലാവർക്കും അറിയാവുന്ന വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ചെടികളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെടിയാണിത്. പല കളറിലുണ്ടിത്. എനിക്കിവിടെ 2-3 കളറുണ്ട് എനിക്കിവിടെ. ഇത് സ്പ്രിങ് അങ്ങ് തുടങ്ങുന്ന സമയത്ത്, ഈ ന്യൂസിലൻഡിൽ സ്പ്രിങ് അങ്ങ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പൂ തരും കേട്ടോ. ഈ ചെടിക്ക് നിറച്ച് പൂവുണ്ടായിരുന്നു. ഈ ചെടി നിറയെ പൂവുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചെടികളെല്ലാം പൂവെല്ലാം തീരാറായി. ഇനി ഇതിൻ്റെ ഫ്ലവർ ഹെഡ്സ് എല്ലാം നമ്മൾ മുറിച്ച് കളയണം. അതിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതും മുറിച്ച് കളയണം. അതും കൂടെ ചെയ്യണം ഇപ്പോൾ. എന്നാലും നമുക്ക് കൂടുതൽ ഫ്ലവർ പിന്നെയും തരുള്ളൂ കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ പണി. ഇതിപ്പം ഉള്ള സ്ഥിതിയാണ് ഈ കാണുന്നത്. ഞാനിന്ന് എല്ലാം ക്ലീൻ ആക്കി കഴിയുമ്പോൾ നിങ്ങളെ വീണ്ടും കാണിക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ ആയോ ഇല്ലയോ ഒന്നും കൂടെ പറയണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഈ ചെടികളുടെയൊക്കെ പേരാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ചെടികളുടെയൊക്കെ പേരൊന്ന് പറയണേ. അപ്പോൾ ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഈ മിൽക്ക് ബോട്ടിലിൻ്റെ അകത്തെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വേം ടീ ആണ്, അല്ലെങ്കിൽ വേം പീ എന്ന് പറയുന്നതാണ് കേട്ടോ. ഈ നമ്മുടെ പാലും കുപ്പിക്കകത്തെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിലേക്കൂടെ നമ്മുടെ കമ്പോസ്റ്റ് ബിന്നുണ്ടല്ലോ, നമ്മുടെ വേമി കമ്പോസ്റ്റിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇതിലെ വരുന്നതാണ് ഈ കിടക്കുന്നതാണ് ഇത് വേമി കമ്പോസ്റ്റിൻ്റെ അകത്തുനിന്ന് വരുന്ന വേം ടീ. അപ്പോൾ ഇത് നമ്മൾ നേർപ്പിച്ചാണ് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ വിൻ്ററിൽ നമ്മൾ അധികം ചെടികളൊന്നും നട്ട് അധികം പച്ചക്കറികളൊന്നും നടാഞ്ഞതുകൊണ്ട് നമ്മുടെ വേം ടീ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ വിൻ്റർ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും. അത് നേർപ്പിച്ച വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് കുറേ വെള്ളം മഴ പെയ്യുന്നത് കൊണ്ടേ കുറേ വെള്ളം അതിൻ്റെ അകത്തേക്ക് പോകുമല്ലോ, അതുകൊണ്ട്. അപ്പം ഞാൻ അധികം നേർപ്പിക്കാതെയാണ് ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ വേം ടീ കോൺസെൻട്രേറ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 4 ഭാഗം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ സാധാരണ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരുപാട് നേർപ്പിക്കുന്നില്ല. കുറച്ച് ഡൈല്യൂട്ടായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ടെക്നിക്ക് കണ്ടോ, ഇതെന്താണെന്ന് ചോദിച്ചെങ്കിലേ നമ്മുടെ ഒച്ച് കടിക്കാതിരിക്കാൻ വേണ്ടി വെടിച്ചു വെച്ചേക്കുന്നതാണ്. ഒച്ച് തിന്നിട്ട് പോയതുകൊണ്ട് ഒച്ചിതിൻ്റെ ഇലയൊക്കെ തിന്നാൻ തുടങ്ങിയേ. അതുപോലെ തന്നെ നമ്മുടെ കെയിലിൻ്റെ ഇല ഇത് കണ്ടോ, 1-2 ഇലയൊക്കെ ഇതുപോലെ കടിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് കപ്പുകൾ മുറിച്ച് ഒച്ച് കയറാതെ എടുത്ത് വെച്ചേക്കുവാണേ. അതുപോലെ തന്നെ നമ്മൾ ഒച്ചിനുള്ള പെല്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്നെയിൽ പെല്ലറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒച്ചിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് കുറേശ്ശെ വെള്ളം അപ്പം നമുക്ക് കുറേശ്ശെ കമ്പോസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, ഈ വേം ടീ നേർപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചെടികൾക്ക്. നമ്മുടെ പാവൽ ഇതെല്ലാം ഇത് കെയിലാണേ നിൽക്കുന്നത്.
അപ്പോൾ ഞാൻ നമ്മുടെ ബക്കറ്റ് നിറച്ചിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോയി നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചേറെ ബോം ടീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണേ. നമുക്ക് ഇനി ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ല അധികം നേർപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൻ്റെ അകത്തേക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കൊണ്ടുപോയി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 50% ഉള്ളൂ കേട്ടോ. അതായത് അരഭാഗം വെള്ളം അരഭാഗം ഈ ബോം ടീ ഒഴിച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതേത് ചെടിയാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇതിൻ്റെ പേരാണ് വിറേയ, അല്ലെങ്കിൽ ലിറ്റിൽ ഡെവിൾ എന്നൊക്കെ പറയുന്ന ചെടിയാണേ. അപ്പം നമുക്ക് ഇത് പൂവുണ്ടാകാൻ വേണ്ടി എല്ലാം മുട്ടിട്ട് നിപ്പുണ്ട്. നമുക്ക് ഇതിന് കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ എനിക്ക് 2 ഉണ്ട് കേട്ടോ. ഇതിൻ്റെ രണ്ടും ഏകദേശം സെയിം കളറാണേ. പല കളറുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇതൊരു ഓറഞ്ച് കളർ പോലത്തെയാണ്. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതാണ് ലിറ്റിൽ ഡെവിൾ എന്ന് വിറയ എന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടോ, ഇതിനൊരു വലിയൊരു സയൻറ്റിഫിക് നെയിം ഉണ്ട്. അത് പറയാൻ പോയെങ്കിൽ നാക്കുളുക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, വേണമെങ്കിൽ ഇതിലവിടെ എഴുതി തന്നെ തൂക്കിയിട്ടിട്ടുണ്ട്, ഞാൻ കാണിക്കാവേ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പേര്. അപ്പം റോഡോഡെൻഡ്രോൺ. അപ്പം നമ്മളിതിനെ വിറയോ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ അല്ലാതെ ഉള്ള പേരാണ്, സയൻറ്റിഫിക് നെയിമാണത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പൂവേ. ഇതുപോലെ ഇഷ്ടം പൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ പൂവൊക്കെ ഉണ്ടോ, ഇതുപോലെ ഇഷ്ടം പോലെ പൂവുണ്ടാകും കേട്ടോ. ഇതിനെല്ലാം ഇത് നന്നായിട്ട് തളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പൂവുണ്ടാകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനും വളമിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതൊരു സ്നോ ഫ്ലവർ എന്ന് പറയുന്ന ഒരെണ്ണമായിരുന്നു. ഓറഞ്ച് ഒരു യെല്ലോ കളറിൻ്റെ ആയിരുന്നേ. ഇതെനിക്ക് തോന്നുന്നത് ഇത് ഞാൻ പറിച്ചു കൊണ്ടുവന്നെങ്കിൽ നട്ടതാണ്. നിറയെ പൂവുണ്ടായിരുന്നപ്പം വേറെ ഒരു സ്ഥലത്തുനിന്ന് പറിച്ചും കൊണ്ടുവന്ന് വെച്ചതാണ്. അത് കരിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇതിൻ്റെ വേറെ ഒരെണ്ണം ഉണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല. ഇത് പക്ഷേ കരിഞ്ഞു പോയെന്ന് തോന്നിയത്. ഇത് കണ്ടോ, അത് പോയി. ഇനി ഉണ്ടാകുമോ എന്നറിയത്തില്ലാത്തതുകൊണ്ട് ഇച്ചിരി സമയം കൂടെ വെച്ചിട്ട് നമുക്ക്, ചിലപ്പോൾ ഇത് വളരെ ഹാർഡിയായിട്ടുള്ള പ്ലാന്റാണേ, ചിലപ്പോൾ ഇതുണ്ടായി വരുമായിരിക്കും. ഇതുകൊണ്ട് ഇവിടെ നിർത്തിയാക്കാം. ഇച്ചിരി സമയം കൂടെ നിർത്തിയിട്ട് നമുക്ക് പറിച്ചു കളയാം. നമുക്കിതിനും കുറച്ച് വളമിട്ട് കൊടുക്കാം നമ്മുടെ വിറയയ്ക്ക്. ഇതുപോലെ ജസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് കമ്പോസ്റ്റ് അല്ലേ, ഇത് ഇവിടെ കിടന്നങ്ങ് അലുത്ത് കുറച്ചിട്ട് കൊടുത്താലും മതി. ഈ മണ്ണിര കമ്പോസ്റ്റ് ആയതുകൊണ്ട് ഇതിന് നല്ല വളമായത്. ഞാനിവിടെ ഞാൻ കഴിഞ്ഞ ദിവസം നട്ട ചെടികളൊക്കെ കാണിക്കുകയും ചെയ്യാം. അതിനും വലുതായി വന്നിട്ടുണ്ട്. അതിനൊക്കെ കുറച്ച് വളവും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 ആഴ്ച ആയില്ലോ. ഇത് ബ്രോക്കോളി തൈകളാണേ നിൽക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ചിട്ടായിരുന്നു നമ്മൾ നട്ടത്. അപ്പം നമ്മൾ ഫ്രണ്ടിലത്തെ പള്ളയെല്ലാം പറിച്ച് കളഞ്ഞ് ഫ്ലവർ ഹെഡ്സൊക്കെ വെട്ടിക്കളഞ്ഞ് കുറച്ചൊക്കെ പ്രൂണൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ച്, ഞാൻ റെഡിയാക്കി വെച്ച് കഴിയുമ്പം കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതാണേ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ചെടികളുടെയൊക്കെ പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക്, നമ്മുടെ അടുക്കള സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പച്ചക്കറികൾ നട്ടിരിക്കുന്നത്. ഇവിടെ കണ്ടോ, നമുക്ക് നമ്മുടെ ബീട്രൂട്ടിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കമ്പോസ്റ്റ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സുക്കീനിക്ക് വലിയ ഉഷാറില്ലാതെ നിൽക്കുന്നത്. എന്നാന്നറിയത്തില്ല, അതിന് പോകുമോയെന്നറിയത്തില്ല. അത് കണ്ടിട്ടൊരു വലിയ ഉഷാറില്ല. നമുക്ക് നോക്കാം.